വിശുദ്ധനായ ദൈവമേ,
പാട്ടുകടലാസിലെ സങ്കീർത്തനം 19. ഇന്നലെ വിളിച്ചെന്നപ്പോൾ എല്ലാവരും പാടിയോ? സിംഹകുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം. പാടാൻ പറ്റിയോ? ഇല്ലല്ലേ? ഇന്നും കൂടെ നോക്കാം. ഇന്നും കൂടെ നമുക്ക് പാടിയിട്ട് പഠിക്കാം. സങ്കീർത്തനങ്ങൾ രാത്രിയിലൊക്കെ കിടന്നപ്പോൾ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവവചനം ഇന്നലെ നമ്മൾ കേട്ടു. ബ്രദർ പറഞ്ഞു, വിശുദ്ധ ജെറോം വിശുദ്ധ സ്ഥലം സന്ദർശിച്ചപ്പോൾ ബൈബിളിൻ്റെ കമൻട്രി എഴുതാൻ വേണ്ടി വിശുദ്ധ ജെറോം കുറേ നാൾ പോയി വിശുദ്ധ നാട്ടിൽ താമസിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ജെറോം ഇങ്ങനെ എഴുതി വെച്ചു: വിശുദ്ധ സ്ഥലം സന്ദർശിച്ചപ്പോൾ സങ്കീർത്തനങ്ങൾ ഒഴിച്ചാൽ വിശുദ്ധ സ്ഥലം നിശബ്ദമായിരുന്നു എന്ന്. കാരണം നടക്കുന്നവർ, എടുക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, മുന്തിരിക്കുലകൾ അറുക്കുന്നവർ, വയലിൽ പണി ചെയ്യുന്നവർ, അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെല്ലാം സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. സങ്കീർത്തനം ഇല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം നിശബ്ദമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനം തന്നെ ആമുഖമായ സങ്കീർത്തനം 1-ാം സങ്കീർത്തനത്തിൽ പ്രകാരം പറയുകയാണ്: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസികളുടെ പീഡകൾ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്രകാരം പറയുന്നു: അവന്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അതിനുശേഷം ഈ ധ്യാനിക്കുന്നതിൻ്റെ ഫലം പറയുന്നു: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലമൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവനെന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ യഹൂദരിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ ധ്യാനിക്കുമ്പോൾ അവർ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാവും. അതിൻ്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും, അതിന് ഫലമില്ലാതിരിക്കുകയില്ല. അങ്ങനെ ചെറിയ പ്രവാചകനൊക്കെ പറയുന്നത് നമുക്കറിയാം. ഇങ്ങനെ ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ആ ഒരു ഫലം ഉണ്ടാവുക. നമ്മുടെ കുടുംബം നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയായി മാറുക. അത് നമ്മുടെ മക്കളിലേക്ക്, തലമുറകളിലേക്കൊക്കെ കടന്നു വരിക. അതുകൊണ്ട് അഗസ്തീനോസ് പറയുകയായിരുന്നു: സങ്കീർത്തനങ്ങളായിരുന്നു എൻ്റെ ആത്മാവിന് പടർന്നു കയറാൻ പറ്റിയ ഒരു പന്തൽ. വിശുദ്ധ അഗസ്തീനോസ് ആത്മീയതയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ദൈവാത്മാവിൻ്റെ ആ വലിയ നിറവിലേക്ക് നയിച്ചത് സങ്കീർത്തനങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുക. നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ അലയടികളായിട്ട് ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും ചേരുമ്പോഴുള്ള ഒരു ഹാർമണിയാണ് സംഭവിക്കുക. ഒരു സ്വരലയനമാണ് ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുക. ഈ ബോധ്യത്തോടെ നമുക്ക് സങ്കീർത്തനങ്ങൾ പാടാൻ, അത് നമ്മുടെ തലമുറകളിലേക്ക് ആവശ്യമായി കടന്നു ചെല്ലുന്ന അഭിഷേകമായി മാറട്ടെ. ഇപ്പോൾ നമുക്ക് സങ്കീർത്തനം 19 എടുക്കാം. പ്രപഞ്ചവും നിയമവും ദൈവത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നു. 3 രീതിയിലാണ് ഇവിടെ സങ്കീർത്തനം ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ലോകം മുഴുവനെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ പ്രപഞ്ചം സ്തുതിക്കുകയാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞ് പ്രപഞ്ചവും സൂര്യനും ചന്ദ്രനുമെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നത് പറഞ്ഞു വയ്ക്കുന്നു. 2ാമത്തെ ഭാഗത്ത് സങ്കീർത്തകൻ പറയുകയാണ്: കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ നിയമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ബാഹ്യമായതിലേക്ക് നോക്കാതെ ആന്തരികമായി നോക്കുമ്പോൾ നമുക്ക് ജീവനും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ നിയമം അതെപ്രകാരം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായൊരു പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനം അവസാനിക്കുന്നു. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു പ്രാർത്ഥനയാണ്. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. ഈ പ്രാർത്ഥനയും ഈ വചനവും ഹൃദയത്തിൽ ബലഹാർട്ടാക്കിക്കൊണ്ട് നമുക്ക് പാടാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 19. പ്രപഞ്ചവും നിയമവും ദൈവത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നു.
ദൈവം നമ്മോടുകൂടി വസിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജ്ഞാനം പകരുകയാണ്. ജ്ഞാനസ്നാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സങ്കീർത്തനത്തിൽ കേട്ടു, പകലിനോടായിരം സംസാരിക്കുന്നു, രാത്രി രാത്രിക്കു വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവം ശബ്ദത്തിലൂടെ അല്ലാതെ നമ്മളോട് സംസാരിക്കുന്നു. രാത്രിക്ക് വിജ്ഞാനം പകരുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഒരു വലിയ രഹസ്യമാണ്. വിശ്വാസത്തിൻ്റെ ഒരു രാത്രി, അന്ധകാരത്തിൻ്റെ രാത്രിയല്ല. ഇന്നലെ നമ്മൾ അല്പം അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്താ വിശ്വാസത്തിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ? എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാൽ അവിടെ ഉണ്ട്. ഇപ്പൊ രാത്രിയിൽ നമ്മുടെ ഉറക്കറയിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചുറങ്ങുന്നു. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യയെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് നല്ല ഉറപ്പുണ്ട് അവിടെ ആളുണ്ട്. എന്ന പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം ആത്മാവായി നമ്മളിൽ വസിക്കുന്നു. നിങ്ങളിത് അറിയുന്നില്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ ദൈവം ആത്മാവാണ്. അപ്പോൾ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. എന്ന പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പുത്രനായ ദൈവം ഇതാ മംഗളവാർത്തയിലൂടെയെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞു ഉണ്ണി ഈശോയെ കാണുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഇപ്പോൾ ആ യേശു നമ്മളിൽ വാസമുറപ്പിച്ചിരിക്കുന്നത് ഒരു ഉണ്ണിയായിട്ടല്ല, മറിച്ച് ആരായിട്ടാണ്? ആത്മാവായിട്ടാണ്. ദൈവം ആത്മാവാണ്. ആ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഒട്ടിച്ചേർത്തിരിക്കുന്നു. അതാണ് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളാണ്. ഈ ആത്മാവ് മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ദൈവാത്മാവും നമ്മുടെ ആത്മാവിനെ ഒട്ടിയിരിക്കുന്ന ആ ഒരവസ്ഥയാണ് രാത്രിയോട് സംസാരിക്കുന്നത്. ദൈവം ആത്മാവാണ്, നമുക്ക് അദൃശ്യമാണ്. ആ ദൈവം നമ്മുടെ ആത്മാവ്, അതും അദൃശ്യമാണ്. ആ രണ്ട് അദൃശ്യതയാണ് അവിടെ പഴയതോടി സംസാരിക്കുന്നു
അതെന്താണ് ആ വാക്കുകൾ? ഇതാ, ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ക്രിസ്മസ് ആഘോഷത്തിന് ഒരുങ്ങുമ്പോൾ ആദ്യം എന്താ മേടിക്കുക? എന്താ? ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, തോരണം കെട്ടുമ്പോൾ, ആഘോഷം എല്ലാം ചിന്തിക്കുമ്പോൾ ആദ്യം എന്താ നമ്മൾ? നക്ഷത്രം. ഇപ്പോൾ ഇവിടെയൊക്കെ നക്ഷത്രമൊന്നും അധികം കണ്ടില്ല. എന്താ നക്ഷത്രമൊന്നും കെട്ടാത്തവരിക്കും. പക്ഷേ പള്ളിയിലും വീട്ടിലും ഒന്നും നക്ഷത്രമില്ലെങ്കിലും വലിയ വലിയ ഹോട്ടലുകളിലും ബാറുകളിലും ഒക്കെ നക്ഷത്രം കെട്ടിക്കഴിഞ്ഞിരിക്കും. പട്ടണങ്ങളിലെല്ലാം ഒരു മാസം മുമ്പേ വലിയ വലിയ നക്ഷത്രം കെട്ടിക്കും. ഞാൻ പലപ്പോഴും അവരോട് ചോദിച്ചു, ഈ നക്ഷത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം. പക്ഷെ ആർക്കും ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ക്രിസ്മസിന് ഈ നക്ഷത്രം കിട്ടുന്നത് എന്താണ്? ആ നക്ഷത്രത്തിൻ്റെ അർത്ഥം, ആ നക്ഷത്രം എന്തിനാണ്? എന്താ നക്ഷത്രത്തിൻ്റെ അർത്ഥം? രാജാക്കന്മാർക്ക് വഴികാട്ടിയായി നക്ഷത്രം പോയതിൻ്റെ ഓർമ്മ. നമ്മൾ ഈ ഓർമ്മ മാത്രം പോരാതാണ്. എന്താണ് ആ ഓർമ്മ? ഓർമ്മിച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ഇപ്പോൾ അവർക്ക് വഴികാട്ടിയായ നക്ഷത്രം പോയതിൻ്റെ അർത്ഥം എന്താ? എന്താണ് ആ നക്ഷത്രത്തിൻ്റെ അർത്ഥം? നമ്മുടെ വീടിൻ്റെ മുകളിൽ നക്ഷത്രം നിൽക്കുന്ന പോലെ നമ്മുടെ വീട്ടിലേക്കുണ്ടാവും. അടുത്തടുത്ത് വരുന്നുണ്ട്. Praise the Lord. ആ നക്ഷത്രം എന്താണ്? നക്ഷത്രം എന്താണ്? ഈശോയെ കാണാനുള്ള വഴി. അടുത്ത് വരുന്നു. ഇനി ആരെങ്കിലും പറയുക? രക്ഷയിലേക്കുള്ള വഴി. ഇനി വേറൊരു വിധത്തിലൊന്നും ചിന്തിക്കാം. ഈ രാജാക്കന്മാർ ക്രിസ്ത്യാനികളായിരുന്നോ? അവരാരായിരുന്നു? അവർ വിശ്വാസത്തിൻ്റെ അവർ ക്രിസ്ത്യാനികളായിരുന്നോ? അവർ യഹൂദരായിരുന്നോ? പിന്നെ ആരായിരുന്നു അവർ? ജ്ഞാനികളായിരുന്നു. എന്നാൽ അവർ വിജാതീയരായിരുന്നു. അല്ലേ? ആണോ? വിജാതീയരായിരുന്നു. അപ്പൊ ആദ്യം കണ്ടോ നക്ഷത്രം വിജാതീയരായ, ആ ജ്ഞാനികളാണെങ്കിലും വിജാതീയരായ രാജാക്കന്മാരെ ദൈവമാകുന്ന ആ ജ്ഞാനത്തിലേക്ക് നയിച്ച ജ്ഞാനം തന്നെയാണ് നക്ഷത്രം. ആ നക്ഷത്രം എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആ നക്ഷത്രം എന്താണ്? ദൈവത്തിൻ്റെ. ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിന് മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നൽകാൻ പറ്റൂ. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണോ? എന്താ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ആരംഭം ജ്ഞാനമാണ്. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാൻ. കണ്ടോ? ആ നക്ഷത്രം സംസാരിക്കുന്നുണ്ടോ? ഭാഷണമില്ല, വാക്കുകളില്ല. നക്ഷത്രം ഉണ്ടോ? അത് ഭാഷണമുണ്ടോ? വാക്കുകളുണ്ടോ? ശബ്ദം പോലും സംസാരിക്കുന്നുണ്ടോ? എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ ഇതെല്ലാം യേശുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. യേശുവിലൂടെ ലോകം മുഴുവനും വരാനിരിക്കുന്ന ആ രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. ആ രക്ഷയിലൂടെ ലോകം മുഴുവനും ഒഴുകാനിരിക്കുന്ന
ഓ, ആ സങ്കീർത്തനം ഒന്ന് വായിക്കാൻ ബൈബിൾ ഉണ്ടായിരുന്നു, വായിക്കായിട്ടില്ലേ? എന്ത് ബൈബിൾ കൊണ്ടുവരാൻ? ബൈബിൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോ ഈ ജ്ഞാനമാണ് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മിലേക്ക് ആദ്യമായി ഒഴുക്കുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് ജ്ഞാന സ്നാനം. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ജ്ഞാന സ്നാനം. ആ ജ്ഞാനസ്നാനത്തിലൂടെ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. അതുപോലത്തെ ജ്ഞാനം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി. ഈശോ പറയുകയാണ്, മുട്ടുവിൻ, ചോദിക്കുവിൻ, അന്വേഷിപ്പിൻ. എവിടെയാ? അങ്ങ് ദൂരെയൊന്നുമല്ല, നമ്മുടെ ഉള്ളറയിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ ത്രിത്വൈക ദൈവം വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾക്ക് എന്തെല്ലാം ജ്ഞാനം വേണമോ അത് മുഴുവനും തരികയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിലേക്ക് ഒഴുകുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാഠപുസ്തകത്തിൽ പാട്ടുകടലാസിൽ ആദ്യത്തെ ഗാനം ആരംഭിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ കത്തിപ്പടരണം. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പറഞ്ഞെല്ലാവരും, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ പുറത്തേക്ക് ഒഴുകും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക്, എല്ലാവരും കർമ്മത്തേക്ക് പറഞ്ഞ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവജലത്തിന്റെ ഉറവയിലൂടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ ജ്വലിച്ച് പുറത്തേക്ക് പ്രവഹിക്കാനും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനും നമ്മളിൽ ജ്ഞാനം പകരാനും നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരും ആ ദാഹത്തോടെ കണ്ണുകളടച്ചൊരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഉള്ളറയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എല്ലാവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ,